അരിയോ ഉഴുന്നോ ഒന്നും അരയ്ക്കാതെ ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്പി ബ്രെഡ് ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് ചതുര കഷ്ണങ്ങളാക്കി മുറിക്കാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതൊന്ന് പൗഡറാക്കി ഇതുപോലെ മാറ്റണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സൂചി റവ, ഞാൻ വെള്ള റവയാണ് ചേർക്കുന്നത്, വറുത്തതല്ല. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 തൊട്ട് 1/2 കപ്പ് വെള്ളം ആവശ്യാനുസരണം ചേർത്ത് ഒരു ദോശയുടെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എത്തിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പിടുന്ന വീഡിയോ ഇതിൽ റെക്കോർഡായില്ല. അത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദോശ റെഡിയാക്കാം. ഇനി ഒരു ദോശത്തട്ട് ചൂടാക്കി കുറച്ച് എണ്ണ തടവാം. വല്ലാതെ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ച് അതും കൂടി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് റെഗുലർ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ 1 സ്പൂൺ മാവ് ഒഴിച്ച് ചുറ്റിച്ച് എടുക്കാം. ഈ ദോശ എപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് തേച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ദോശ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, തവയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ അത് ചൂട് വല്ലാതെ കൂടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ ശരിയായിട്ട് വരില്ല. അപ്പോൾ അത് ഈ ദോശയല്ല, ഏത് ദോശയാണെങ്കിലും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വല്ലാതെ ചൂടായി എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 സൈഡും തിരിച്ചിട്ടിട്ട് ചുടുന്ന ദോശയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ്. അടുത്ത ക്രിസ്പി ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാമ്പാർ, ചട്നി, പൊടി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മളിവിടെ അരി ഉഴുന്നും തലേന്ന് കുതിർത്ത് അരച്ച് പൊളിപ്പിച്ചുണ്ടാക്കുന്ന ദോശ വെച്ച് നോക്കുമ്പം വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്താണ് വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.